അപ്പോൾ ഗൈസ് ഞങ്ങൾ നാക്കോലെത്തി. നാക്കോൽ മൊണസ്ട്രിയും ലേക്കും ഉണ്ട്, അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഗൈസ് അമ്മുവിൻ്റെ സ്റ്റൈൽ കണ്ടോ? ഇത് അമ്മുവെന്ന് ആർക്കും പറയാൻ പറ്റൂല. അവിടെ മുഖം അവിടെ എന്തോ സൗണ്ട്, വയറ് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഓൾഡ് മോണസ്ട്രി. തുറന്നിട്ടില്ല, ഇപ്പോൾ 606 എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തൊരു ലേക്ക് ഉണ്ട് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം. വരുന്നുണ്ട് ഇവിടെ. എന്താണ് അതിൻ്റെ പേര് പറഞ്ഞത്? അതല്ല, ഈ കറക്കണ സാധനത്തിൻ്റെ എന്തോന്നുണ്ട്. നല്ല തണുത്ത കാറ്റാണ് ഗൈസ്, സൂപ്പർ തണുത്ത കാറ്റ്. സമ്മുവിന് ഓക്സിജൻ കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ആൾട്ടിറ്റ്യൂഡ് പ്രശ്നമാണത്, സിക്നസ്. ഇവിടെ എല്ലാം ഫ്ലാഗാണ്. യെസ്, നമ്മളേതോ വീടിൻ്റെ ഒരു കോളനീൻ്റെ ഇടയിൽ കൂടെ നാക്കോ വില്ലേജ് പോകുന്നത്. അവിടെയൊക്കെ സോളാർ വെച്ചിട്ടാണ് ഇതൊക്കെ ഇലക്ട്രിസിറ്റി കിട്ടുന്നതാണ്. കംപ്ലീറ്റ് സോളാർ പാനൽസ് കാണാം എല്ലാ വീടിൻ്റെ മുകളിലും. യെസ്, പശു കുഴിയിലാണല്ലോ. നല്ല അവിടെ വഴിയുണ്ട്. വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. ഒരു ലേക്കും തിരഞ്ഞ്. ഗൂഗിൾ മാപ്പിലും വഴിയൊന്നുമില്ല, എങ്ങനെയാണോ പോവാ. ഇതിൻ്റെ ഉള്ളിലൊക്കെ പശുണ്ട്. ഇങ്ങനെ നടന്നു പോകും നമ്മൾ. നല്ല വഴിയല്ലേ, നല്ല രസമുണ്ട് കാണാൻ. നല്ല വെയിലുണ്ട്, ടാനടിക്കും. അതിൻ്റെ ഇടയിൽ ഒരു ആപ്പിൾ തോട്ടം. രസമുണ്ട് അല്ലേ? ഇവിടെ വലിയ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ അവർ അതിനെ ജില്ലെന്നാണ് പറയുന്നത്. താലാബ്, അതുകൊണ്ടാണ് നമ്മൾ താലാബ് ചോദിച്ചിട്ട് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എത്താറായി തോന്നുന്നു. അർജുന സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു പശു വരുന്നു. വന്നു. യെസ്, അങ്ങനെ നമ്മൾ താലാബിലെത്തി ഗൈസ്. ചാണകത്ത് ചവിട്ടിയൊന്ന് ഡൗട്ട് ഉണ്ട് ഗൈസ്. നല്ല അടിപൊളി ഇതാണ്. ഈ മലേൻ്റെ മുകളിൽ ഇത്രയും അടിപൊളി ജില്ലുണ്ടാവും നമ്മൾ വിചാരിച്ചില്ല. ഇവിടെ കൃഷി ചെയ്യുന്ന ക്യാബേജാണ്. 2-3-4 ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതാ ഈ മരത്തിലൊന്നും നിലയില്ല, എല്ലാം വിൻ്ററിന് വേണ്ടി റെഡി ആയിക്കുക. പക്ഷെ ഇങ്ങനെ കാണാൻ രസമുണ്ട്. ആൾട്ടിറ്റ്യൂഡ് മുകളിലേക്ക് ആയതുകൊണ്ട് ഓക്സിജൻ ലെവൽ കുറവായതുകൊണ്ട് നല്ല കിതപ്പ്. എന്താണ് പശുവിൻ്റെ തൊഴുത്ത് വരുന്ന അവിടെ. മൊണാസ്ട്രി അടച്ചേക്കുവാന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ എത്തുമ്പോൾ കാണുമോ അവർ ഫുഡ് കഴിക്കാൻ പോയതാ തോന്നുന്നുണ്ട്. കാരണം ഞങ്ങളിപ്പോൾ ഏറെക്കുറെ 2 മണിക്ക് അവിടെ എത്തി. ഇതിലൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കല്ലിൻ്റെ മുകളിലൊക്കെ. കണ്ടോ, അതേപോലെ കരിങ്കല്ല് വെച്ചിട്ടാണ് വീടുണ്ടാക്കി. വീടിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വിറകെടുത്ത് വെച്ചിട്ടുണ്ട്. മുകളിലൊക്കെ വിറകാ. എല്ലാ വീടിൻ്റെ മുകളിലും വിറക് വെച്ചേക്കുക. എന്തല്ല ഇതിനെ കൊണ്ടുള്ള പരിപാടി വരട്ടെ. വഴി ശരിയായല്ലോ.
അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കി കുറച്ച് വീടുകളൊക്കെ കാണാം കേട്ടോ. അതിൻ്റെ മുകളിൽ അവർ ആസ്പെക്ടോസ് ഇട്ടിരിക്കുന്നു തോന്നുന്നു. അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കൊടികളും കാണാം. തുണിയൊക്കെ ഉണക്കട്ടാണ്ടില്ലേ. ഇപ്പോൾ ഈ ലേക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ഈ നാക്കോല ആൾക്കാരിങ്ങനെ താമസിക്കുന്നേ അതൊക്കെ അറിയാൻ പറ്റും. ഷോപ്സൊന്നും അങ്ങനെ കണ്ടില്ല. ഞാൻ സംസാരിച്ച് നടക്കുമ്പോൾ നല്ല രീതിയിൽ കിതയ്ക്കുന്നുണ്ട്. വൈക്കോലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ പശുവിനുള്ള ആയിരിക്കണൊക്കെ വൈക്കോല. അമ്മൂത വീട്ടിലേക്ക് വിളിച്ചിട്ട് അച്ചൂടും അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കുക. ഇതുണ്ടോ വൈക്കോല്, പിന്നെയും വിറക് കണ്ടോ. ഇതൊരു വീടിൻ്റെ മുകളുഭാഗ ആസ്പെക്ടോസ് വെച്ചേക്ക്. ഞങ്ങൾ പറഞ്ഞ അതാ ആ പ്രയർ വീട്ടിൽ കണ്ടോ അതിന് അത് കറങ്ങാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് വെച്ച് ആ ഒരു വിശ്വാസമാണ് തോന്നുന്നു. ഇതുണ്ടോ ഇവിടുത്തെ കല്ലിലും എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഒക്കെ മന്ത്രങ്ങളാണ് തോന്നുന്നു. എൻചാൻറ്റഡ് വീൽസ് എന്നും പറയാം ഇതിനെ. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. നമ്മളിങ്ങനെ തട്ടി കറക്കണ സാധനം ഇതും കറക്കും. ഇതിങ്ങനെ കറക്കുവാണെങ്കിൽ നമുക്ക് ഗുഡ് ലക്ക് വരും എന്നാണ്. അതാണ് അതിൻ്റെ. പണ്ട് മണാലി പോയപ്പോൾ അവിടെ ഒരു മോങ്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് കറക്കണതിൻ്റെ കാരണങ്ങളൊക്കെ. പക്ഷെ കുറേ പോയിട്ട് പോകും, കറക്റ്റ് ഓർമ്മ വരുന്നില്ല. ഇനി ഇവിടെ ചോദിച്ചു നോക്കട്ടെ. ചേട്ടൻ പറഞ്ഞ ഇവിടെ ചോദിച്ചൊക്കെ ചിലപ്പോൾ തുറന്നു തരുന്നതാണ്. പോയി നോക്കാം. ഗൈസ്, ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന സാധനമാണ് ഈ മഹേന്ദ്രൻ്റെ പിക്കപ്പ്. മഹേന്ദ്രയ്ക്ക് ഓട്ടോ കേട്ടോ. അതുപോലെ തന്നെ ആൾട്ടോയും കുറേ കാണാൻ പറ്റും. മഹേന്ദ്രൻ്റെ വണ്ടിക്ക് ഭയങ്കര ഡിമാൻഡ് തോന്നുന്നു ഇവിടെ. എല്ലാവരും അത് വന്നിട്ട് അതുകൊണ്ടാണ് പരിപാടികൾ മൊത്തം. അങ്ങനത്തെ ഇവരുടെ സോഴ്സ് ഓഫ് എനർജി സോളാർ ഇവിടെയുണ്ട്. ഇതാ പിന്നെ അവിടെ ഉണ്ടോ അവിടെ അറ്റത്ത് അതും കുറേ സോളാർ തന്നെ, സോളാർ പാനൽസ് കുറേ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് തോന്നുന്നു അവരുടെ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. വീണ്ടും കുറേ കരിങ്കല്ല് അടുത്ത് വെച്ചിരിക്കുന്നു. ഒരു ഫെൻസ് വെച്ചിട്ടുണ്ട്. കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന വല്ലതും തോന്നുന്നു. ഇത് പോകുന്നില്ല വയ്യ. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങോട്ട് നടക്കട്ടെ. അപ്പോൾ ഇതാണ് ഞാക്കോ വില്ലേജ്. മൊണസ്ട്രീൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. ഇവിടെ ആരും ഇല്ല ചോദിക്കാൻ, തുറന്നു തരാൻ പറ്റുമെന്നൊക്കെ. പിന്നെ നോക്കാം, ഞങ്ങൾ താഴത്തേക്ക് പോട്ടെ. അപ്പോൾ ഗൈസ്, ഞാക്കോ വില്ലേജും ഞാക്കോ പോണ്ടും മൊണസ്ട്രി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് അവിടെ നിന്ന് പോവാം. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 100 കിലോമീറ്റർ കൂടെയും പോകാണ്ട്. നേരെ എപ്പോഴും 3 മണി. എപ്പോഴാവോ ടാബോലെത്തുക. ഒന്നും വ്യൂ നൈസ് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേ. ഇപ്പോൾ നിർത്തിയത് ദഖുഷ് താബ പറഞ്ഞിട്ട് സ്ഥലത്താണ്. അവിടെ കുറേ ആൾക്കാർ വന്നവരൊക്കെ അവരുടെ സ്റ്റിക്കേഴ്സ് പൊട്ടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെ ട്രാവലേഴ്സിൻ്റെ ഓരോ സ്റ്റിക്കേഴ്സ് കൊള്ളാം. വെജ് നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ്, വെയിറ്റിംഗ് ഫോർ ഞാൻ മോമോസ് ഓർഡർ ചെയ്തു. എന്തെങ്കിലും എക്സ്പ്രഷൻ എൻ്റെ ഇവിടുത്തെ ഒരു കടയാണ് ഗൈസ്. കണ്ടോ, കൊണ്ട് എനിക്ക് ഡയറി മിൽക്ക് മേടിച്ചോണ്ട് തന്നെ. സൂപ്പർ മാർക്കറ്റാണ് അത്. സൂപ്പർ മാർക്കറ്റാണ് ഇവിടുത്തെ. ഞങ്ങൾ നാക്കൊന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോവാണ്. പക്ഷേ ഞങ്ങൾക്കൊരു മൊണസ്ട്രി കാണാണ്ട് ചാൻസ് കുറവാണ്. ഞങ്ങൾ വല്ലാതെ ലേറ്റായി. 4 മണി.
മൂന്നൊക്കെ പഴയ പുറത്തേക്ക് ഇറങ്ങിക്കും. അപ്പം ഞാൻ നേരെ ടാബോൽ സ്റ്റേക്ക് ആവും. എന്താണ് ഡയമോക്സ് നമ്മുടെ വണ്ടിക്ക് ഓക്സിജൻ ഇല്ല, വണ്ടി സ്ലോ മോഷനിൽ പോകുന്നു. നമ്മൾ വീണ്ടും മുകളിലോട്ട് കയറി പോകുന്നു ഗൈസ്. സൺ അവിടെ സെറ്റ് ആവാൻ പോകുന്നു. നമുക്ക് പോകാൻ പറ്റിയ സ്പീഡ് എന്ന് പറയുന്നത് 20ഒക്കെയാണ്. ഒരു വലിയ കാര്യമല്ല, കൈ പുറത്തേക്കണം. സൺ അവിടെ സെറ്റ് ചെയ്യുന്നു. സണ്ണിപ്പോൾ അതിൻ്റെ ബാക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇരുട്ടാവില്ലേ? അപ്പോൾ കണ്ടറിയണം ഗൈസ്, കണ്ടറിയണം. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടന്നു. ഈ സാധനങ്ങളൊക്കെ മുകളിലേക്ക് എത്തിക്കാനുള്ള പണിയാണ് ആദ്യം. നമ്മൾ അടുത്ത ഹെയർപിൻ വളവ് തിരിഞ്ഞു മുകളിലേക്ക് കയറി. ഇവിടെ ഒരു അമ്പലമുണ്ട് ഗൈസ്, ജയ് മാതാജി, ജയ് മാതാക്കി. ഇതാണ് അമ്പലം. മെലിംഗ് നല. അവിടെ ഒരു വെള്ളച്ചാട്ടം, മെലിംഗ് നല, അതാണ് അതിൻ്റെ പേര്. മഴക്കാലത്ത് നല്ലപോലെ ഉണ്ടാകുന്ന പറഞ്ഞ് ഐസ് ഉണ്ടാകുമ്പോൾ ഫ്രീസ് ആവും. അതിൻ്റെ കയ്യിൽ നിന്നിട്ടാ. ഇവിടെയും ബ്രോ ഈസ് വൈബ് ഗൈസ്. ഇവിടെയൊക്കെ റോഡ് ഉണ്ടാക്കാൻ അവർ സമ്മതിക്കണം. മാലിംഗ് നാല, ഷൂട്ടിംഗ് സ്റ്റോൺ, ഡ്രൈവ് കെയർഫുള്ളി. ഈ മുകളിൽ കാണുന്ന കല്ലൊക്കെ എപ്പോൾ വേണമെങ്കിലും താഴ്ത്തിക്ക് വരുന്നുണ്ട് വരാം. അതാണ് അവർ ഈ ഷൂട്ടിംഗ് സ്റ്റോണിൻ്റെ കാര്യം എടുത്തു പറയുന്നത്. നല്ല കുണ്ടുപിടിയുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ ഇടിഞ്ഞു പോയതാ. ഇവിടെയൊക്കെ അവർ നല്ലപോലെ പനി ഐസ് ആകുകയാ. ഇപ്പുറത്ത് വെള്ളം ഐസായി കിടക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെ അവിടെ തിരിക്കുക? അവിടെ കാണുന്നുണ്ടോ ഐസ്? നമ്മൾ വാട്ടർ ക്രോസിംഗാണ് ചെയ്തത്. നമ്മുടെ വണ്ടി ബാക്കിൽ വരുന്ന വണ്ടി നോക്കിക്കോ, ശരിയല്ലേ? ഐസായി വെള്ളമൊക്കെ അവിടെ. വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഫുഡ് കഴിച്ചപ്പോൾ കുറച്ച് എനർജി വന്നു ഗൈസ്. എനിക്ക് സംസാരിച്ചുകൊണ്ടേ തോന്നുന്നുണ്ട്. കൈയൊക്കെ ചിലപ്പോൾ ഉള്ളിൽ പോയി കൊടുക്കാൻ തോന്നും. പുറത്തുള്ളിലേക്ക് ഇട്ടു. അയ്യോ ഗൈസ്, ഇതിന്റെ താഴെ എന്തോ. നമ്മൾ കയറി വന്ന റോഡ് കണ്ടോ? അവന്റെ താഴേക്ക് റോഡ് അടിഭാഗം പോയിട്ടുണ്ട്. വെരി റിസ്കി റോഡ്. ഇവണ്ടോ ഇപ്പോഴും റോഡുണ്ട്, അതാണ് നമ്മളെ ഭാഗ്യം. അവിടെ കണ്ടോ സൂര്യന്റെ റേസ് അടിക്കുന്ന അവിടെ സൈഡിലെ അവിടെ താഴെയൊക്കെ അതെ സെയിം വൈബാ. ഇവിടെ ഫുൾ റോക്സ് ഉരുണ്ട് വരുന്ന വൈബാണ് കംപ്ലീറ്റ് ആയിട്ട്. താഴെ ആ റിവർ പോകുന്നുണ്ട്. കാണാൻ പറ്റുമോ അറിയില്ല, എനിക്ക് കാണാണ്ട്. ക്യാമിൽ എത്രമാത്രം കവറായൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കൈ പുറത്തേക്ക് ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെയൊക്കെ എന്തായാലും വരണം. ഇതൊക്കെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെ. ഓ സൂപ്പർ റോഡ്. അവിടെ കാണുന്നുണ്ട്, ദൂരെ കാണുന്നൊക്കെ റോഡാണ്. ബ്രോ കോഡ്സ് എഴുതാൻ സൂപ്പറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അവരിങ്ങനെ വഴിക്കൽ ഇങ്ങനെ സ്പീഡിനെ കുറിച്ച് ഓരോ കോഡ്സ് ഒക്കെ എഴുതുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളിപ്പോൾ ഒന്ന് കണ്ടതെന്ന് വെച്ചാൽ ഇഫ് യു ആർ മാരീഡ് ഡൈവേഴ്സ് സ്പീഡ്. പിന്നെ കണ്ടത് അയ്യോ ഇന്നത്തെ മറന്നുപോയി, ഈ കാണുമ്പോൾ പറയാം. ഇതാണ് ഗൈസ് കോൾഡ് ഡെസേർട്ട്. പക്ഷെ നമ്മൾ ശരിക്കും സ്നോ ടൈമിലും കൂടി ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ആ സമയത്ത് ഇത് വേറെ വൈബാവും. കംപ്ലീറ്റ് സ്നോ കവേർഡ് ആവും ഇത് മൊത്തം. ലൈക്ക് ഒരു 2 months ശേഷം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും.
ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ സ്നോ വീഴാൻ ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് ലോക്കൽസിനോട് സംസാരിച്ച് മനസ്സിലായത്. റോഡ് ഉണ്ടോ? റോഡ് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. സെറ്റ് റോഡാണ്. ഇപ്പോൾ കാണാൻ പറ്റും. നമ്മളത് ആ മോളിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങി വരുന്നോണ്ടിരിക്കുക. മുമ്പ് കണ്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങാണ്ട്. തണുക്കുന്നു. ഇപ്പോൾ ഗൈസ് നമ്മൾ മലയൊക്കെ ഇറങ്ങി താഴെത്തി. നേരത്തെ മുകളിൽ നിന്ന് കാണിച്ച റോഡിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ ആ മുകളിലായിരുന്നു. അപ്പുറത്ത് കാണുന്ന മലേൻ്റെ മുകളിൽ അതവിടെ താഴെ ആ റിവറിൻ്റെ അടുത്ത് എത്താറായി. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. വലിയ റഷൊന്നുമില്ല കേട്ടോ, നല്ല സുഖമാണ്. ഇച്ചിരി ഓൾട്ടിറ്റ്യൂഡ് പ്രശ്നമുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നല്ലാതെ നല്ല വലിയ സീനൊന്നുമില്ല, തിരക്കില്ല, വൈബാണ്. ഇതുണ്ടോ കണക്ടിവിറ്റി എല്ലായിടത്തും ഉണ്ട്. മറ്റേ റോഡ് കാണിച്ചാൽ കേട്ടോ, ഇതുണ്ടോ ആ മുകളിൽ കാണുന്ന അത് നമ്മൾ ഇറങ്ങി വന്ന വഴി അവിടെ ഉണ്ട് അറ്റത്ത്. അപ്പോൾ നമ്മളിവിടെ താഴെത്തി. ജിയോനെ കൂടുതലും റേഞ്ചുള്ള എന്ന് അറിയാൻ സാധിച്ചത്. എയർടെലിൻ്റെ കാര്യം ഞാൻ എത്തുമ്പോൾ പറയാം. ഇപ്പോൾ വന്ന സ്ഥലത്തൊക്കെ എയർടെലിന് റേഞ്ച് ഉണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം. ഗൈസ് ഞങ്ങളൊരു ആക്സിഡൻറ്റ് കണ്ടു. ഇവിടെയൊക്കെ ഇങ്ങനെ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൽപ്പയിലുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80 കിലോമീറ്റർ ടോ ചെയ്ത് പോകാൻ തന്നെ വേണം. ലൈക്ക് ഒരു വണ്ടി മുകളിൽ താഴ്ത്തേക്ക് കയറ്റിയിരുന്നു, മറ്റേ അതിന് പറന്നു വരില്ല. താഴത്തെ മോൾ അവർക്ക് ബ്രേക്ക് പിടിച്ചിട്ടില്ല, ടയർ ബോബിളായി പോയി ഇടിച്ചു. നല്ല രീതിക്ക് ഇടിച്ചു. ഞങ്ങൾ പിന്നെ അവിടെ കുറച്ചൊക്കെ ഒന്ന് പൊട്ടൊക്കെ ഇറങ്ങി പിന്നെ അവിടെ പോകുന്നു. ഒരു ആൾട്ടും വാഗണാറും ആയിരുന്നു. കുറച്ച് വെജിറ്റേഷൻ വന്നിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ഓക്സിജൻ കിട്ടുന്നുണ്ടാവും. അതാ ഇതൊക്കെ ബിൽഡിങ്സൊക്കെ കാണാൻ തുടങ്ങി. ഇത് ആപ്പിളാവുന്നു അല്ലേ? ദിസ് വൺ ഈസ് ഓൾസോ ആപ്പിൾ. അപ്പോൾ ഞങ്ങൾ താഴെ ഇവിടെ റിവറിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ റിവറിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. വിഷ് യു ഹാപ്പി ആൻഡ് ജേർണി ബ്രോ വൈബാണ് ഗൈസ്. ഞാൻ എത്രാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. വെള്ളത്തിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ചെടികളും ഇതൊക്കെ കാണുന്നത്. കേട്ടോ താഴെ കാണുന്നതാണ് സ്പിറ്റി റിവറാവും. ചെക്ക് ചെയ്യണം മാപ്പിൽ. സ്പിറ്റി റിവർ തന്നെയാണ്. ഞാൻ ക്യാമറ എടുത്ത് വയ്ക്കും, വീണ്ടും നീ വരും, ഞാൻ വീണ്ടും എടുക്കും. തന്നെ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ. ബ്രോ മോർ യു സ്പീഡ് മോർ യു സ്കിൻ. ഓക്കെ, നമ്മുടെ ഒപ്പം പോകുന്ന ഈ റിവറില്ലേ, ഈ താഴെ കാണുന്ന ഇത് സ്പിറ്റി റിവറാണ്. സ്പിറ്റി വാലിൻ്റെ അപ്പുറത്ത് കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. സ്പിറ്റി വാലി തീരെ വെജിറ്റേഷൻ കുറവാണ്. കിന്നർ വാലി നമ്മൾ വന്ന സമയത്ത് കണ്ടതൊക്കെ കിന്നർ വാലിയും അവിടെയൊക്കെ നല്ല വെജിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ ഡെസേർട്ട് ഏരിയാസൊക്കെ വന്നതൊക്കെ സ്പിറ്റി വാലിൻ്റെ ഭാഗമായിട്ടാണ്. ഈ കാണുന്നതാണ് സ്പിറ്റി റിവർ. ഒരു 10-15 കിലോമീറ്റർ കൂടുമ്പോൾ ഇപ്പോൾ ഒരു വില്ലേജ് കാണുന്നുണ്ട്. കുറച്ച് മുന്നേ നമ്മൾ താബോ കഴിഞ്ഞപ്പോൾ താബല്ല താങ്കളായിട്ട് കുറച്ചും കൂടി പോകുന്നിട്ട് ഒരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ ശേഷം കുറേ നേരത്തെ നമുക്ക് ഒരു വില്ലേജ് പോലും കണ്ടായിരുന്നു. അങ്ങോട്ടാണ് നമുക്ക് പുഫ് ഉണ്ട്. ഒരു പാലം വില്ലേജിലേക്ക് പോകാനുള്ള വഴിയാണ്. നമ്മളവിടെ തിരിയുന്നുണ്ട്. കാണാൻ പറ്റും സ്പിറ്റി റിവർ നേരെ. സ്പിറ്റി റിവർ ഇതാണ് ആ വില്ലേജിക്ക്. എല്ലാ വില്ലേജിക്കുള്ള എൻട്രൻസിലേ ഇങ്ങനെ ഒരു സാധനം കാണാം കേട്ടോ. ഒരു കവാടം പോലെ
മോളിൽ കയറി പോകണം അതിലേക്ക്. ഇത് കൊള്ളാലോ, ഗ്രാൻഡ് കാനിയൻ പോലെ ഉണ്ട് അല്ലേ. പിന്നെ കുറേ പോകാണ്ട്, ഇരുട്ടാവാറായി. എന്തായാലും 5:30 ആയിട്ടുള്ള ടൈം, പക്ഷെ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. ഇവിടെ തന്നെ അങ്ങനെയാണല്ലോ. ഇതുകൊണ്ട് ആപ്പിൾ ട്രീസ്, കുറേ ആപ്പിൾ ട്രീസ് ഉണ്ടല്ലോ. ഈ വഴിയൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ ആ കല്ലുരുണ്ട് വീഴാണെന്ന് പറയാൻ പറ്റൂല. കേട്ടോ, അങ്ങനെ നിൽക്കുന്ന എല്ലാം കുറേ സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ കല്ല് വീണും കാണാം. നമ്മൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഓടുന്ന വല്ലതൊക്കെ വരുന്നുണ്ടോയെന്നൊക്കെ. അങ്ങനെ നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇരുട്ടാവും ചെയ്തപ്പോൾ പെട്ടെന്ന് എത്തും വേണം. ഇപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പിന്നെ ലെഫ്റ്റ് സൈഡ് അല്ലാതെ പോവാതെ റൈറ്റ് സൈഡിൽ കൂടെ പോകും. ഈ സൈഡ് കാലിലേക്ക് വിട്ടിട്ട്. ഇവിടെ മിക്ക ഡ്രൈവേഴ്സും ചെയ്യുന്നൊരു പരിപാടിയാണ്. എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എപ്പോഴാണ് എന്ത് സംഭവിക്കുകയെന്ന്. അപ്പോൾ കാണാനുള്ള ഭംഗീൻ്റെ ഒപ്പം തന്നെ ഇങ്ങനത്തെ കുറച്ച് ടെൻഷനുള്ള സാധനങ്ങളൊക്കെ നടക്കും. റിസ്കി തിങ്സ്. ഇവിടെ നിന്നാണ് സ്പിറ്റി വാലിക്കുള്ള ഇളക്കം. വെൽക്കം ടു സ്പിറ്റി വാലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എവിടെ എഴുതിയിരിക്കണേ? അവിടെ എഴുതിയിട്ടുണ്ട്. ആ ബ്രിഡ്ജ് കടന്ന് ഞാൻ സ്പിറ്റി വാലി. ഇന്ത്യ ബോർഡർ പോലീസ് അവരുടെയാണ്. ഇവിടെ എൻട്രി ഉണ്ട് കേട്ടോ, 200 രൂപയുടെ. നമുക്ക് എഴുതി കഴിഞ്ഞിട്ട് അയാൾ പോവുകയും ചെയ്യും. ഇവിടെ നിന്നാണ് നമ്മൾ സ്പിറ്റിയിലോട്ട് എൻ്റർ ആവുന്നത് ഗൈസ്. നമ്മുടെ ITB ബോർഡർ ഫോഴ്സ് പോലീസ്. വെൽക്കം ടു സ്പിറ്റി വാലി. ഇവിടെ കാണാൻ പറ്റും. ഇനി മുതലാണ് സ്പിറ്റി വാലി ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വെൽക്കം ടു സ്പിറ്റി വാലി. അതിന് തന്നെ ബ്രേക്കാണല്ലോ. അപ്പോൾ ഗൈസ്, ഇതിന് ശേഷം നമ്മുടെ റോഡൊക്കെ ഒന്ന് മാറി. നാരോ റോഡാണ്. കാസ വഴി നമ്മളതിൻ്റെ ഇടയിൽ സ്പിറ്റിയിൽ നിൽക്കും. ടാബോയിൽ നിൽക്കും. സ്പിറ്റി റിവറാണ് നമ്മുടെ സൈഡിൽ കൂടെ പോകുന്നത്. ഇരുട്ടായിട്ടോ നല്ലോണം. ഇവിടെയാണ് ഇങ്ങനെ വീണാലോ വിചാരിക്കും. കല്ല് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയത്. ഈ നാരോ റോഡിൽ ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ നമ്മൾ സ്ഥലങ്ങളിലോട്ട് നിർത്തിക്കൂടെ പോകണം. ലോറിയൊക്കെ വരികയാണെങ്കിൽ. ഈ സമയത്ത് കൂടുതലും ലോറി വരാറെന്നാണ് വൈപ്പ് പറഞ്ഞത്. നമ്മൾ പോകാമെന്ന് വിചാരിച്ച മൊണാസ്ട്രി ഇതാ ആ ബാക്കിൽ കാണുന്ന വഴിയാണ്. കണ്ടു അതിൻ്റെ ബാക്കിൽ മഞ്ഞുമല. നൈസ്. മൊണാസ്ട്രി ഒക്കെ പോയിട്ട് കാര്യമില്ല, അടച്ചിട്ടുണ്ടാകും. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനും പറ്റില്ല. അത് ആ റോട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ പോകണമെന്നാണ്. നമ്മൾ തിരിച്ച് ഈ റോഡിൽ തന്നെ വരുന്നത്. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ കയറാമെന്നാണ് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാം. ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി, അതപ്പോൾ ഉണ്ടായത്. ഗൈസ്, അങ്ങനെ നമ്മൾ ടാബ് എത്തി. ലൈറ്റ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും 8 മണിക്ക് ചെയ്യുന്നത്. സമയം ജസ്റ്റ് 6:30 ആവുന്നേക്കും. അപ്പോൾ ഗൈസ്, ഞങ്ങൾ റൂമിലെത്തി. ഗാർഡൻ വ്യൂ ഹോം സ്റ്റേ പറഞ്ഞിട്ടുള്ള റൂമിലാട്ടോ. ഞങ്ങൾക്ക് 2 റൂം വന്നു. അവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ, തണുപ്പായതുകൊണ്ടേ വെള്ളം ഫ്രീസാകാൻ വെച്ചിട്ട് എല്ലാ റൂമിലും ബാത്റൂമിൽ ലോക്കാക്കി വെച്ചേക്കുക. കോമൺ ആയിട്ട് ബാത്റൂം കണ്ടിട്ടുണ്ടോ, താഴെയും ഒന്ന് പുറത്തും. നമ്മൾ ഫസ്റ്റ് ഫ്ലോറാണ്. അപ്പോൾ താഴെ പോയിട്ട് വേണം ഇരിക്കുവാൻ. ഞാൻ റൂം കാണിച്ചു തരാം. സിമ്പിൾ റൂമാണ്. ഇത് നമ്മൾ തണുത്ത് നിൽക്കണം. ഒരു ബെഡുണ്ട്. ബെഡിന് ഹീറ്ററുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കിടക്കാൻ സുഖം. പിന്നെ അത് തന്നെ ഉള്ളൂ. പിന്നെ വാഷ്റൂം ക്ലോസ്ഡ് ആണ്. പിന്നെ ഇവിടെ ഒരു ഗാർഡൻ വ്യൂ എന്ന് പറഞ്ഞിട്ട് വ്യൂ രാവിലെ കാണിച്ചു തരാം. ഫുള്ളി ഇരട്ടാ. ഇപ്പോൾ ഗൈസ്, ഞങ്ങളുടെ സ്റ്റേ ഇവിടെയാണ്. ഗാർഡൻ വ്യൂ ഹോം സ്റ്റേ. നേരത്തെ കയറിയപ്പോൾ കൈ നിറച്ചും സാധനങ്ങളായിരുന്നു. അതുകൊണ്ട് അവിടെ ഒന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറത്ത് മൊത്തം ആപ്പിൾ, ഇൻ ബിറ്റ്വീൻ
ആപ്പിൾ ഫാമാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. ഇതുണ്ട് ഒരാളുള്ള നമ്മുടെ ദേ മരത്തിൽ ആപ്പിൾ വെച്ചിരിക്കുന്നു. ഇതൊരു വെച്ച് പോയത് കേട്ടോ, അതിലുണ്ടായല്ല. നൈസാണ്. രാവിലെ കഴിച്ചൊക്കെ രാവിലെ കാണിച്ചു തരാം. ജസ്റ്റ് രാത്രി ഒന്ന് എടുത്താൽ. ഇവിടെ ഒരു വാഷ്റൂം വരുന്നത്, ഇതൊരു വാഷ്റൂം. പിന്നുള്ളത് ഉള്ളിലൊരു ടാങ്ക് കാലിയാക്കി മുകളിൽ നിന്ന്, അതാ ഉള്ളിൽ വെള്ളം വരാത്ത. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ഒരു ബാണറുണ്ട്. ഇത് നൈസായിട്ട് കേട്ടോ. അവർക്കുണ്ടെങ്കിൽ ഫുഡ് കിട്ടി, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. MT സാധനം വരുന്നുണ്ട്. ചപ്പാത്തി, റൈസ്, പനീർ മട്ടർ, പൊട്ടാറ്റോ. അപ്പോൾ ഗൈസ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി കിടന്നുറങ്ങാൻ പോവാ. നല്ല തണുത്ത പലയുമില്ല. ടെമ്പറേച്ചർ ഉണ്ടോ? -1. ഇതിൽ തണുത്ത് വിറച്ച് കിടന്നുറങ്ങാൻ നല്ല സുഖം. ഫോണൊക്കെ ചാർജ് ചെയ്തിട്ടു, ക്യാമറ ചാർജ് ചെയ്യാനിട്ടു. അപ്പോൾ കിടന്നുറങ്ങി. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളെ നമ്മൾ കാസിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പിറ്റിയിൽ നിന്നൊരു ബോർഡർ ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ടാബ് വരെ വരുന്ന ഭാഗം നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇരുട്ടായി. അപ്പോൾ തിരിച്ചു പോകുന്ന സെയിം റൂട്ടാണ്. അപ്പോൾ ആ ഭാഗം ഞാൻ അപ്പോൾ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ. അപ്പോൾ ഇനി കാസിലെ വിശേഷങ്ങളായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ബൈ.